മോർണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ എല്ലാവരുടെ അഭിപ്രായം വാങ്ങിച്ച് ഒരു ബഡ്ജറ്റ് ലെവലിലുള്ള വണ്ടിയായിട്ട് വന്നേക്കണം. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് 800 എവിടെ 800 എവിടെ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ അടുത്തേക്ക് നല്ല വണ്ടികൾ വരാറുണ്ടായില്ല. അതിൻ്റെ പേരിലാണ് വണ്ടികൾ ചെയ്യാറുള്ളത്. പിന്നെ വന്ന വണ്ടികളെല്ലാം ലക്ഷക്കണക്കിന് വിലയുള്ള വാഹനങ്ങൾ എന്നാണ് 800 ഒക്കെ 1 ലാഖിന് മുകളിലേക്കുള്ള മോഡൽസാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒന്ന് ഓടിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റൊന്നുമില്ല, നമ്മുടെ അടുത്ത് ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കണ കാശേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 മോഡൽ വണ്ടിയാണ്. പേപ്പറും ഒക്കെ റിന്യൂ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ വണ്ടിനെ കുറിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 800 ആണ്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളിലേക്കും നമ്മൾ ഈ വണ്ടിനെ കുറിച്ച് പോകരുത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 90 മോഡലായതുകൊണ്ട് തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെ നോക്കാം. കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാച്ച് എവിടെയൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൂടി തന്നെ പറയാം. പിന്നെ നമ്മൾ പഴയ വണ്ടികൾ എടുക്കുമ്പോൾ ഒരിക്കലും ഫ്രഷ് വണ്ടി എടുക്കുന്ന ആ ഒരു പ്രതീക്ഷകൾ വയ്ക്കരുത്. കാരണം അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ കൊടുത്ത പോലെ തന്നെ വെറും 45,000 രൂപ നിങ്ങൾ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. 45,000 എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള നെഗോസിയേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ 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 ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നാലായി. കാരണം ഷോറൂമിൽ കിടക്കുന്ന വണ്ടിയാണിത്. ഇത് ഓണർ വന്നിട്ട് ഷോറൂമിൽ വന്നിട്ടേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലയാണ് നമ്മൾ പറഞ്ഞേക്കണം. 45,000 രൂപ ാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ സെയിലിന് നിലവിലിട്ടേക്കണം. അപ്പോൾ എത്രയൊക്കെയാണ് നിങ്ങൾക്ക് നെഗോസിയേഷന് താല്പര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം, സംസാരിക്കാം, വണ്ടി എടുത്തിട്ട് പോകാം. വണ്ടി ഓടിക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെയാണ് ഇപ്പോൾ ഓടിച്ചിട്ട് ഇവിടെ വന്നിട്ടേക്കണം. അപ്പോൾ വണ്ടി അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ രീതിയിലൊക്കെ പെയിൻറ്റിങ്ങിലും അതേ സ്ക്രാച്ചും പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാരുതി 800 ആണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ഫുൾ ബോഡി ക്വാളിറ്റി നോക്കിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 മോഡലാണ്. അപ്പോൾ എന്തെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. പിന്നെ റേറ്റും വലിയ കാര്യമായിട്ട് റേറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു 45,000 രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ വണ്ടി സ്വന്തമാക്കാം. യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നേരിട്ട് വരാം, വണ്ടി കാണാം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകാവുന്നതാണ്. പിന്നെ എവിടെയൊക്കെ എന്തെങ്കിലും പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ വണ്ടി എടുത്താലും ഇപ്പോൾ പഴയ മോഡലൊക്കെ എടുക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു എക്സ്പെൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഏത് വണ്ടി എടുത്താലും നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ രീതിയിലുള്ള കസ്റ്റമൈസ് ചെയ്യുക അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ പോളിഷൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്ത് തന്നെ പോകേണ്ടി വരും. ഓക്കെ, നമുക്കിതിൻ്റെ വീലാർസും എയർ കണ്ടീഷനിലേക്ക് ഒന്ന് പോയേക്കാം. ഇവിടെയൊക്കെ നോക്കാം. ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. ഇവിടെ സ്ക്രാച്ച് നിൽക്കുന്നുണ്ട്. ടയേഴ്സൊക്കെ നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. വീൽ കപ്പും കാര്യങ്ങളും പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വീൽ കപ്പ് നമുക്ക് മാറ്റാവുന്ന കേസുള്ളൂ. ഇനി ബോണറ്റിലേക്ക് വരാം. ബോണറ്റിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് ബോണറ്റ് കിട്ടാനില്ല. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും ഇവിടെ ഓക്കെ ആയിട്ടിങ്ങനെ ബമ്പേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലാമ്പും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ലാമ്പിൽ കാണുന്നില്ല. വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡും കുഴപ്പമില്ലാത്ത വിൻഷീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ടയർ നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. നമുക്ക് സൈഡിലേക്ക് വരാം, ഡോറിലേക്കും വരാം. ഡോറിലേക്ക് വരുമ്പോൾ താഴെയായിട്ട് നമുക്കിവിടെ ചെറിയ പാച്ചും കാര്യങ്ങളൊക്കെ താഴെ എക്സ്ട്രീം എൻഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിലേക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ചെറിയൊരു ബൾജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. റൂഫൊക്കെ നീറ്റായിട്ടിരിക്കുന്ന റൂഫാണ്. കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിലേക്ക് വരാം. ഇവിടെ ടെയിൽ ലാമ്പ് ആയാലും ഓക്കെ ആയിട്ടിങ്ങനെ ടെയിൽ ലാമ്പ് നമുക്ക് കൂടെ കാണാം. 800 DXൻ്റെ ബാഡ്ജിങ് നിൽക്കുന്നുണ്ട്. വിൻഷീൽഡ് ആയാലും ചിഹ്നലോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ടിരിക്കുന്നു. സൈഡിലേക്ക് വരാം. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ടയർ ഓക്കെയാണ്. 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ ഓക്കെ ആയിട്ടിരിക്കുന്നു. താഴെ നമുക്കിവിടെ ഒരു പാച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡോർ പാഡ്സൊക്കെ ഓക്കെയാണ്. ആണോ, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സീറ്റ്സും ഇവിടെ ഓക്കെ ആയിട്ടിരുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ നോക്കാം. അതേപോലെ തന്നെ ഡാഷ്ബോർഡ് ആയാലും ഓക്കെ ആയിട്ടിരിക്കുന്നു. AC വർക്കിംഗ് അല്ല അതിൻ്റെ. ഓക്കെ, മീറ്ററിൽ നമുക്ക് ഇവിടുത്തെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 39,210 കാണിക്കണം. അത് ഒരിക്കലും ഒരു ഒറിജിനൽ കിലോമീറ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇത് പഴയ മോഡലായതുകൊണ്ട്. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് ഇവിടെ ഓക്കെ ആയിട്ടിരിക്കുന്നു. സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ്. കുഴപ്പവും കാര്യങ്ങളും കിട്ടുന്നില്ല. ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ ഉണ്ട്. എന്ന സംഭവം നോക്കാം. ഓക്കെ, ഇവിടെ ചെറിയൊരു കീറുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുഴപ്പമില്ലാത്ത ലെഗ് റൂം നിൽക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം ആയാലും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ എൻജിൻ റൂമിലേക്കൊന്ന് പോയേക്കാം. എൻജിൻ റൂമിൽ എന്താണ് അവസ്ഥ നോക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കാർബറേറ്റർ എഞ്ചിൻ നടക്കുന്നത്. കണ്ടോ, എൻജിൻ ഭാഗമൊക്കെ നോക്കിയേക്കാം. എഡ്ജൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെയും എഡ്ജസൊക്കെ നോക്കിയേക്കാം.
ചെറിയൊരു പാച്ചും കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി നമുക്കിവിടെ ലിഡിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിലേക്കൊന്ന് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാനിതൊന്ന് ഇതാണ് ഇതിൻ്റെ ബൂട്ട് വന്നേക്കണേ. ബൂട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പ്രതീക്ഷത്തിന് ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. ഒരു ടയറായാലും ടയറിൽ ഇപ്പോൾ കുറവാണ്, പക്ഷേ ഇവിടെ അങ്ങനെ പാച്ചും കാര്യങ്ങളൊന്നും സ്പെയർ റൂമിൻ്റെ അവിടെയും കാണുന്നില്ല. ഇവിടുത്തെ അഡ്ജസ്റ്റ് നോക്കാം. ഈ അഡ്ജസ്റ്റ് ആയാലും വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുമെന്ന് നമുക്ക് പറയാം. അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പാച്ച് അങ്ങനെ കാണാനില്ല. അതേപോലെ ഇവിടെ ഇട്ട് നോക്കാം. ഇവിടെ ആയാലും പൊടിക്കൊരു പാച്ച് ഉണ്ട്, ബാക്കി ഭാഗങ്ങളൊക്കെ ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് എ സിയും കാര്യങ്ങളൊക്കെ നിലവിൽ പ്രവർത്തനരഹിതമാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ 90 മോഡലാണ്, 90 മോഡലിൽ ഇറങ്ങിയ വണ്ടിയാണ്. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടിരിക്കുന്ന പേപ്പേഴ്സും ലേറ്റസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം നിലവിൽ വാലിഡാണ്. ഈ വീഡിയോ ചെയ്യുമ്പോൾ പേപ്പർ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് വരെയാണ് വാലിഡിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. ഓക്കെ, ഇനി ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വണ്ടിയുടെ വില ഞാൻ പറഞ്ഞ പോലെ തന്നെ 45,000 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.